ഭൂരിഭാഗം ആണുങ്ങളും വിചാരിക്കുന്നത് തങ്ങൾക്ക് പെൺകുട്ടികളോട് സംസാരിക്കാൻ അറിയില്ല എന്നാണ്. എന്നാൽ സത്യം അതല്ല. യഥാർത്ഥ പ്രശ്നം മറ്റൊന്നാണ്. ആരും നിങ്ങളെ പഠിപ്പിക്കാത്ത, എന്നാൽ നിങ്ങളുടെ ഫസ്റ്റ് ഇംപ്രഷനുകളെയും ചാറ്റിങ്ങുകളെയും തുടക്കത്തിലെ കൊന്നുകളയുന്ന ഒരു രഹസ്യ ശത്രു നിങ്ങൾക്കുള്ളിലുണ്ട്. ഇൻസ്റ്റഗ്രാമിൽ ഒരു DM അയച്ചാലോ, വഴിയിൽ വെച്ച് കണ്ടുമുട്ടിയാൽ ഒരു ഹായ് പറഞ്ഞാലോ, അതിനപ്പുറത്തേക്കൊരു സംഭാഷണം വളർത്താൻ കഴിയാതെ പോകുന്ന അവസ്ഥ എത്രത്തോളം നിരാശാജനകമാണെന്ന് ആലോചിച്ചു നോക്കൂ. ഈ വീഡിയോയിലൂടെ ആ പ്രശ്നം നമ്മൾ പൂർണ്ണമായി പരിഹരിക്കാൻ പോവുകയാണ്. നിങ്ങൾ സംസാരിക്കുമ്പോൾ ബ്ലാങ്കായി പോകുന്ന ആളാണെങ്കിലും, അല്ലെങ്കിൽ കോൺവെർസേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടുന്ന ആളാണെങ്കിലും, ഏത് പെൺകുട്ടിയോടും വളരെ ആകർഷകമായി സംസാരിക്കാൻ സഹായിക്കുന്ന ഒരു സിമ്പിൾ സൈക്കോളജിക്കൽ സിസ്റ്റം ഇന്ന് നിങ്ങൾ പഠിക്കും. ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാജിക്കൽ ടെക്നിക് വീഡിയോയുടെ ഏറ്റവും അവസാന ഭാഗത്ത് മാത്രമേ ഞാൻ പങ്കുവെക്കൂ. കാരണം അതിന് മുന്നോടിയായുള്ള കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാതെ അത് പ്രയോഗിച്ചാൽ വിചാരിച്ച റിസൾട്ട് കിട്ടില്ല. അതുകൊണ്ട് ഒരു വരി പോലും സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ ഒപ്പമുണ്ടാകണം. എന്തുകൊണ്ടാണ് നിങ്ങളുടെ കോൺവെർസേഷനുകൾ പെട്ടെന്ന് ഡെഡായി പോകുന്നത്? നിങ്ങൾക്കിഷ്ടമുള്ളൊരു പെൺകുട്ടിയോട് സംസാരിക്കുമ്പോൾ മാത്രം എന്തുകൊണ്ടാണ് ആദ്യത്തെ 30 സെക്കൻഡിനുള്ളിൽ ആ സംഭാഷണം നിന്നു പോകുന്നത്? നിങ്ങളൊരു മെസ്സേജ് അയക്കുന്നു, അവൾ മറുപടി തരുന്നു, നിങ്ങൾ വീണ്ടും എന്തെങ്കിലും പറയുന്നു, അവിടെ തീർന്നു. പലരുടെയും ചാറ്റുകൾ ഇങ്ങനെ ഫിസി ഔട്ടായി പോകാറുണ്ട്. രണ്ടുപേരും ഓൺലൈനിലുണ്ടാകും, പക്ഷെ ടൈപ്പ് ചെയ്യാൻ വാക്കുകളില്ലാതെ കീബോർഡിലേക്ക് നോക്കിയിരിക്കേണ്ടി വരുന്നു. ഇതിന് കാരണം നിങ്ങളൊരു ബോറിംഗ് വ്യക്തിയായതുകൊണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ലുക്സ് ഇല്ലാത്തതുകൊണ്ടോ ഒന്നുമല്ല. നിങ്ങൾ അറിയാതെ കൊണ്ടു നടക്കുന്ന ഒരു മോശം ശീലം കൊണ്ടാണിത്. ആ ശീലം ഇതാണ്: യു ആൻസർ ആൻഡ് യു സ്റ്റോപ്പ്. അതായത് നിങ്ങൾ മറുപടി നൽകി അവിടെ നിർത്തുന്നു. അവൾ ചോദിക്കുന്നു, വീക്കെൻഡ് എങ്ങനെയുണ്ടായിരുന്നു? നിങ്ങൾ പറയുന്നു, ഗുഡ്, പ്രിറ്റി ചിൽ. അവൾ പറയുന്നു, സെയിം. കഥ കഴിഞ്ഞു. രണ്ടുപേരും സംസാരിക്കുന്നുണ്ടെങ്കിലും അവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കുന്നില്ല. നമ്മൾ വാക്കുകൾ ലാഭിക്കാൻ നോക്കുമ്പോൾ ആ സംഭാഷണത്തിന്റെ ജീവനും ഭംഗിയുമാണ് അവിടെ ഇല്ലാതാകുന്നത്. പലരും വിചാരിക്കുന്നത് ഇതിനൊരു പരിഹാരം നല്ല ഓപ്പണേഴ്സ് അല്ലെങ്കിൽ കോമഡി ലൈനുകൾ പ്രയോഗിക്കുക എന്നതാണെന്നാണ്. എന്നാൽ തെറ്റ് അവിടെയാണ്. പ്രശ്നം നിങ്ങൾ എന്താണ് പറയുന്നത് എന്നതിലല്ല, മറിച്ച് നിങ്ങൾ എന്താണ് ചോദിക്കാത്തത് എന്നതിലാണ്. ഓരോ തവണ നിങ്ങൾ മറുപടി നൽകി നിർത്തുമ്പോഴും ആ കോൺവെർസേഷൻ മുന്നോട്ടു പോകാനുള്ള വാതിലുകളാണ് നിങ്ങൾ കുട്ടിയടയ്ക്കുന്നത്. അത് ഡേറ്റുകളിലാണെങ്കിലും ഇൻസ്റ്റഗ്രാം DMലാണെങ്കിലും ഇതുതന്നെയാണ് സംഭവിക്കുന്നത്. കോൺവെർസേഷനിലെ 2 ലെവലുകൾ. ഏതൊരു സംഭാഷണത്തിനും 2 ലെവലുകളുണ്ട്. നിർഭാഗ്യവശാൽ ഭൂരിഭാഗം പേരും ഒന്നാമത്തെ ലെവലിൽ തന്നെ കുടുങ്ങിക്കിടക്കുകയാണ്. ലെവൽ 1, ഓട്ടോമേഷൻ. നിങ്ങളുടെ ബ്രെയിൻ ചെറുപ്പം മുതൽ ശീലിച്ച ചില റെഡിമെയ്ഡ് മറുപടികളുണ്ട്. അവൾ എന്തൊക്കെയുണ്ട് വിശേഷം എന്ന് ചോദിച്ചാൽ ചിന്തിക്കുക പോലും ചെയ്യാതെ ബ്രെയിൻ ഉത്തരം തരും: ഗുഡ്, നോട്ട് ബാഡ്, സുഖം, ഒന്നുമില്ലടാ. ഭൂരിഭാഗം പേരും ഈ ലെവലിൽ ഇരുന്ന് ചാറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് കാര്യങ്ങൾ അടുത്ത ഘട്ടത്തിലേക്ക് പോകാത്തത്. ലെവൽ 2, ദി അപ്ഗ്രേഡ്. ഈ ലെവൽ വളരെ സിമ്പിളാണ്. യു ആൻസർ ആൻഡ് ദെൻ യു ആസ്ക് സംതിങ് ബാക്ക്. അതായത് മറുപടി നൽകിയ ശേഷം തിരിച്ചൊരു ചോദ്യം കൂടി ചോദിക്കുക. പ്രിറ്റി ഗുഡ് ആക്ച്വലി, എന്താണ് നിന്റെ വിശേഷം? ഇത്രമാത്രം. ഈ ചെറിയ മാറ്റം വരുത്തുമ്പോൾ അവൾക്ക് മനസ്സിലാകും നിങ്ങൾ ആ സംഭാഷണത്തിൽ താൽപ്പര്യപ്പെടുന്നുണ്ടെന്ന്. അവിടെ എനർജി മാറുന്നു. കോൺവെർസേഷനുകളെക്കുറിച്ചുള്ള അടുത്ത പ്രധാന പോയിന്റിലേക്ക് കടക്കുന്നതിന് മുൻപ് നിങ്ങളെ കൂടുതൽ ശാക്തീകരിക്കുന്ന ഒരു വലിയ അവസരത്തെക്കുറിച്ച് സംസാരിക്കാം. പെൺകുട്ടികളുടെ മനസ്സ് മനസ്സിലാക്കുക എന്നത് പലർക്കും ഒരു ഹിമാലയൻ ടാസ്കായിട്ടാണ് തോന്നാറുള്ളത്. അതുപോലെ തന്നെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യാനും ശാരീരിക ക്ഷമത വർദ്ധിപ്പിക്കാനും ആഗ്രഹിക്കുന്നവർക്കായി നമ്മളൊരു വലിയ സർപ്രൈസ് ഒരുക്കിയിട്ടുണ്ട്. യഥാർത്ഥ വിപണിയിൽ 3999 രൂപ വില വരുന്ന 2 കിടിലൻ ഓൺലൈൻ വീഡിയോ കോഴ്സുകളാണ് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത്. ഫീമെയിൽ സൈക്കോളജി ഡീകോഡഡ്, ദി മാസ്റ്റർ ക്ലാസ്. സ്ത്രീകളുടെ പെരുമാറ്റ രീതികളും അവരുടെ ചിന്താഗതികളും ശാസ്ത്രീയമായി വിശകലനം ചെയ്യുന്ന മാസ്റ്റർ ക്ലാസ്. അൾട്ടിമേറ്റ് കാലിസ്തനിക്സ് ഗൈഡ്. ജിമ്മിൽ പോകാതെ തന്നെ ശരീരഭാരം നിയന്ത്രിക്കാനും ആകർഷകമായ ബോഡി ഷേപ്പ് സ്വന്തമാക്കാനും സഹായിക്കുന്ന ഫിറ്റ്നസ് ഗൈഡ്. കേൾക്കുമ്പോൾ വലിയ തുകയാണെന്ന് തോന്നാം. എന്നാൽ നമ്മുടെ യൂട്യൂബ് ചാനലിലെ പ്രേക്ഷകരെ നമ്മൾ വെറുമൊരു വ്യൂവേഴ്സ് ആയിട്ടല്ല കാണുന്നത്, മറിച്ച് ഒരു വലിയ കുടുംബമായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഈ കോഴ്സുകൾ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ വലിയൊരു തുക മുടക്കേണ്ടി വരില്ല. വെറും 179 രൂപയുടെ ചാനൽ മെമ്പർഷിപ്പ് എടുക്കുന്നതിലൂടെ 3999 രൂപ വില വരുന്ന ഈ 2 പ്രീമിയം കോഴ്സുകളും നിങ്ങൾക്ക് പൂർണ്ണമായും സൗജന്യമായി ലഭിക്കുന്നതാണ്. അതുമാത്രമല്ല, ഈ മെമ്പർഷിപ്പ് എടുക്കുന്നതിലൂടെ നമ്മുടെ ചാനലിലെ മറ്റ് എക്സ്ക്ലൂസീവ് പ്ലേലിസ്റ്റുകളായ ലുക്ക് മാക്സിംഗ്, ആകർഷകത്വം വർദ്ധിപ്പിക്കാനുള്ള വഴികൾ, ഡാർക്ക് സൈക്കോളജി, മനുഷ്യ മനസ്സിനെ സ്വാധീനിക്കാനുള്ള തന്ത്രങ്ങൾ, കൂടാതെ ലോകത്തിലെ ഏറ്റവും മികച്ച ഇൻഫ്ലുവൻഷ്യൽ പുസ്തകങ്ങളുടെ മലയാളം ബുക്ക് സമ്മറികളും നിങ്ങൾക്ക് അൺലിമിറ്റഡ് ആക്സസ് ലഭിക്കുന്നതാണ്. നിങ്ങളെ ഒരു സാമ്പത്തിക കെണിയിലും പെടുത്തുക എന്നതല്ല നമ്മുടെ ലക്ഷ്യം. ഒരു സിനിമാ ടിക്കറ്റിന്റെ പോലും വിലയില്ലാത്ത ഈ ചെറിയ തുക നിങ്ങളെ ഒരു മികച്ച വ്യക്തിത്വമായി മാറ്റിയെടുക്കാൻ സഹായിക്കുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ് മാത്രമാണ്. ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ഞാൻ വീഡിയോയുടെ അവസാനം പങ്കുവയ്ക്കാം. ഇനി നമ്മുടെ കോൺവെർസേഷൻ സിസ്റ്റത്തിലേക്ക് തിരിച്ചു വരാം. ലെവൽ 2 മനസ്സിലാക്കിയാലും പലരും തോറ്റുപോകാറുണ്ട്.
കാരണം അവൾ ഒരു മറുപടി തന്നാൽ അടുത്തത് എന്തു ചോദിക്കണമെന്ന് പലർക്കും അറിയില്ല. ഇത് കോൺഫിഡൻസിന്റെ കുറവല്ല, മറിച്ച് ലിസണിംഗ് അല്ലെങ്കിൽ ശ്രദ്ധിച്ച് കേൾക്കാത്തതിന്റെ പ്രശ്നമാണ്. ഇംഗ്ലീഷിലെ ലിസൺ എന്ന വാക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ 6 അക്ഷരങ്ങളൊന്നും മാറ്റി എഴുതിയാൽ നമുക്ക് സൈലന്റ് എന്ന വാക്ക് കിട്ടും. ഇതൊരു യാദൃശ്ചികതയല്ല. യഥാർത്ഥ ലിസണിംഗ് ആവശ്യപ്പെടുന്നത് നിങ്ങളുടെ നിശബ്ദതയാണ്. നിങ്ങൾക്കൊരാളോട് ആകർഷണം തോന്നുമ്പോൾ, അവൾ സംസാരിക്കുമ്പോൾ നിങ്ങളുടെ അടുത്ത ഡയലോഗ് എന്തായിരിക്കണമെന്ന് ബ്രെയിനിൽ പ്രീലോഡ് ചെയ്യാതിരിക്കുക. നമ്മൾ സാധാരണ വരുത്തുന്ന തെറ്റിതാണ്. അവളൊരു യാത്ര പോയതിനെക്കുറിച്ച് പറയുമ്പോൾ അവൾ പറഞ്ഞു തീരുന്നതിന് മുൻപ് നമ്മുടെ ബ്രെയിൻ ചിന്തിക്കും, ആഹാ, ഞാനും അവിടെ പോയിട്ടുണ്ട്, അതിനെക്കുറിച്ച് മാസായിട്ട് എന്തു പറയാം. അവിടെ നിങ്ങൾക്ക് ആ നിമിഷം നഷ്ടപ്പെടുന്നു. കാരണം നിങ്ങൾ അവൾ പറയുന്നത് കേൾക്കുകയല്ല, പകരം നിങ്ങളുടെ ഊഴത്തിനായി കാത്തിരിക്കുകയാണ് ചെയ്യുന്നത്. അതിനു പകരം അവൾ പറയുന്നത് പൂർണ്ണമായി ശ്രദ്ധിക്കുക. അവളൊരു മ്യൂസിക് കൺസേർട്ടിന് പോയ കാര്യം പറഞ്ഞാൽ ആരോടൊപ്പമാണ് പോയതെന്ന് ചോദിക്കുക. കൂട്ടുകാരിയുടെ കൂടെ പെട്ടെന്ന് പ്ലാൻ ചെയ്തു പോയതാണെന്ന് അവൾ പറഞ്ഞാൽ അങ്ങനെ പെട്ടെന്ന് പ്ലാൻ ചെയ്യാൻ എന്താ കാരണം എന്ന് ചോദിക്കുക. ഇപ്പോൾ അവൾ അവളുടെ ഫ്രണ്ട്ഷിപ്പിനെക്കുറിച്ചും പേഴ്സണാലിറ്റിയെക്കുറിച്ചും വാതോരാതെ സംസാരിക്കാൻ തുടങ്ങും. നിങ്ങൾ ഒരു ചോദ്യവും മുൻകൂട്ടി തയ്യാറാക്കി വെച്ചിട്ടില്ല, പകരം അവളുടെ മറുപടിയിൽ നിന്ന് തന്നെയാണ് അടുത്ത ചോദ്യമുണ്ടായത്. ഈ പ്രക്രിയയിലൂടെ അവൾക്കൊരു കാര്യം വ്യക്തമാകും: നിങ്ങൾ ബാക്കി ആണുങ്ങളെപ്പോലെ വെറും ശ്രദ്ധ പിടിച്ചുപറ്റാൻ അഭിനയിക്കുകയല്ല, മറിച്ച് അവളെ യഥാർത്ഥത്തിൽ മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. പെൻ എക്സ്പെരിമെന്റും നിങ്ങളുടെ വാല്യൂവും. ചില ആണുങ്ങൾ സംസാരിക്കുമ്പോൾ പെൺകുട്ടികൾക്ക് അവരോടൊരു പ്രത്യേക ആകർഷണം തോന്നാറുണ്ട്. എന്നാൽ ചിലർ എത്ര നന്നായി സംസാരിച്ചാലും വെറും സ്മോൾ ടോക്കായി അത് അവസാനിക്കും. എന്തുകൊണ്ടാണെന്നറിയാമോ? ഇതൊരു ചെറിയ ഉദാഹരണത്തിലൂടെ പറയാം. ഒരു സാധാരണ പേന റോഡരികിലെ ഒരു സെയിലിൽ വെച്ചിരുന്നാൽ അതിന് 10-20 രൂപയെ വിലയുണ്ടാകൂ, കാരണം അതിന്റെ ചുറ്റുപാട് വളരെ സാധാരണമാണ്. എന്നാൽ ഇതേ പേന ഒരു വെൽവെറ്റ് ബോക്സിൽ വെച്ച് ലൈറ്റിട്ട ഒരു ഗ്ലാസ് ക്യാബിനറ്റിൽ ലണ്ടനിലെ ഒരു ലക്ഷറി ഷോറൂമിൽ ഡിസ്പ്ലേ ചെയ്താൽ അതിന്റെ മൂല്യം 10 മടങ്ങായി മാറുന്നു. വസ്തു ഒന്നാണെങ്കിലും അതിന് ചുറ്റുമുള്ള അന്തരീക്ഷമാണ് അതിന്റെ മൂല്യം തീരുമാനിക്കുന്നത്. ഇതുതന്നെയാണ് കോൺവെർസേഷന്റെ കാര്യത്തിലും സംഭവിക്കുന്നത്. നിങ്ങൾ നല്ല ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നിങ്ങൾ അവൾക്ക് ചുറ്റും ഒരു വാല്യൂ ക്രിയേറ്റ് ചെയ്യുകയാണ്. അവളെ ശ്രദ്ധിക്കുന്നു എന്ന് തോന്നിപ്പിക്കുമ്പോൾ അവൾക്ക് നിങ്ങളോട് സംസാരിക്കുന്നത് ഒരു പ്രത്യേക എക്സ്പീരിയൻസ് ആയി മാറും. സ്വയം പുകഴ്ത്തുന്ന പുരുഷന്മാർ സ്വന്തം ജിം റൂട്ടീനും ജോലിയും കാണിച്ച് ആ പേന വിൽക്കാൻ നോക്കുന്നവരാണ്. എന്നാൽ യഥാർത്ഥത്തിൽ കണക്ഷൻ ഉണ്ടാക്കുന്നവർ ക്യൂരിയോസിറ്റി വഴി അവളെയാണ് ആ സംഭാഷണത്തിലെ താരമാക്കുന്നത്. ദ ലെവൽ 2 ലൂപ്പ്. വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞ ആ രഹസ്യ ടെക്നിക്കിലേക്ക് വരാം. ഇതിന്റെ പേരാണ് ദ ലെവൽ 2 ലൂപ്പ്. ഇതിന് 3 സ്റ്റെപ്പുകളാണുള്ളത്. സ്റ്റെപ്പ് 1, അവൾ ചോദിക്കുന്നതിന് കൃത്യമായ മറുപടി നൽകുക. ഷോ ഓഫ് ഇല്ലാതെ സിമ്പിൾ ആയിരിക്കണം. സ്റ്റെപ്പ് 2, തൊട്ടു പിന്നാലെ അവളുടെ മറുപടിയിൽ നിന്ന് സ്വാഭാവികമായുണ്ടായ ഒരു ചോദ്യം തിരിച്ചു ചോദിക്കുക. സ്റ്റെപ്പ് 3, ഗോ ക്വയറ്റ്. നിങ്ങളുടെ അടുത്ത ലൈൻ എന്താണെന്ന് ചിന്തിക്കാതെ അവൾ പറയുന്നത് പൂർണ്ണമായി ശ്രദ്ധിക്കുക. എന്നിട്ട് അതിൽ നിന്ന് അടുത്ത ചോദ്യം കണ്ടെത്തുക. ഈ ലൂപ്പ് തുടരുക. ഒരു പ്രധാന സൈക്കോളജിക്കൽ മുന്നറിയിപ്പ്: എത്തിക്കൽ ഡിസ്ക്ലെയിമർ. ഈ വിദ്യകൾ മറ്റൊരാളെ മാനസികമായി കബളിപ്പിക്കാനോ മാനിപ്പുലേറ്റ് ചെയ്യാനോ ഉപയോഗിക്കരുത്. ആത്മാർത്ഥവും ആരോഗ്യകരവുമായ ബന്ധങ്ങൾ കെട്ടിപ്പടുക്കാൻ മാത്രമേ ഇത് സഹായിക്കൂ. തെറ്റായ ഉദ്ദേശത്തോടെയുള്ള പെരുമാറ്റങ്ങൾ ദീർഘകാലാടിസ്ഥാനത്തിൽ നിങ്ങളുടെ വ്യക്തിത്വത്തെ തന്നെ ദോഷകരമായി ബാധിക്കും. നിങ്ങൾ എന്ത് സംസാരിച്ചു എന്നതിലുപരി നിങ്ങളോടൊപ്പം സംസാരിച്ചപ്പോൾ അവൾക്ക് എന്ത് തോന്നി എന്നതിലാണ് കാര്യം. ഭൂരിഭാഗം ആണുങ്ങളും ജീവിതകാലം മുഴുവൻ മറ്റുള്ളവരുടെ മുന്നിൽ ഇൻട്രസ്റ്റിംഗ് ആകാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. സ്വന്തം കഴിവുകളും നേട്ടങ്ങളും വിളിച്ചു പറഞ്ഞ് ആളുകളുടെ ശ്രദ്ധ പിടിച്ചുപറ്റാൻ അവർ കഷ്ടപ്പെടുന്നു. എന്നാൽ യഥാർത്ഥത്തിൽ ആളുകളെ ആകർഷിക്കുന്നവർ മറ്റുള്ളവരിൽ ഇൻട്രസ്റ്റഡ് ആകാൻ പഠിച്ചവരാണ്. ഈ ഒരു ചെറിയ മൈൻഡ് സെറ്റ് മാറ്റം നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ രീതിയെ മാത്രമല്ല, നിങ്ങളുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കും. അടുത്ത തവണ ഒരാളോട് സംസാരിക്കുമ്പോൾ ഈ ടെക്നിക് ഒന്ന് പയറ്റി നോക്കൂ. മാറ്റങ്ങൾ നിങ്ങൾക്ക് തന്നെ കാണാം. വീഡിയോയുടെ മധ്യത്തിൽ ഞാൻ പറഞ്ഞ ആ വലിയ സർപ്രൈസ് ഓർക്കുന്നുണ്ടല്ലോ? 3999 രൂപ വില വരുന്ന ഫീമെയിൽ സൈക്കോളജി ഡീകോഡഡ് ദ മാസ്റ്റർ ക്ലാസ്, അൾട്ടിമേറ്റ് കാലിസ്റ്റനിക്സ് ഗൈഡ് എന്നീ 2 കോഴ്സുകൾ വെറും 179 രൂപയുടെ യൂട്യൂബ് ചാനൽ മെമ്പർഷിപ്പിലൂടെ നിങ്ങൾക്കിപ്പോൾ സ്വന്തമാക്കാം. അതോടൊപ്പം തന്നെ ലുക്ക് മാക്സിംഗ്, ഡാർക്ക് സൈക്കോളജി, മികച്ച മലയാളം ബുക്ക് സമ്മറികളുടെ എക്സ്ക്ലൂസീവ് പ്ലേലിസ്റ്റുകളും നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. നമ്മുടെ ഈ ചാനൽ ഫാമിലിയിൽ ഇതിനോടകം തന്നെ 500-ലധികം മെമ്പേഴ്സ് ജോയിൻ ചെയ്തു കഴിഞ്ഞു. സ്വയം മെച്ചപ്പെടാൻ ആഗ്രഹിക്കുന്ന, ലൈഫിൽ എന്തെങ്കിലും നേടിയെടുക്കണമെന്ന് ചിന്തിക്കുന്ന ഒരു കൂട്ടം സുഹൃത്തുക്കളുടെ കൂടെയുള്ള യാത്ര നിങ്ങളുടെ ലൈഫ് തന്നെ മാറ്റിമറിക്കും. താഴെയുള്ള ജോയിൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഈ കുടുംബത്തിൽ പങ്കാളിയാകാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും താഴെ കമന്റ് ചെയ്യാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു കിടിലൻ വീഡിയോയുമായി നമ്മുടെ ഈ ഫാമിലിയിൽ വീണ്ടും കാണാം.